മക്കയിൽ ഹജ്ജ് സേവന രംഗത്ത് ഈ വർഷവും സജീവ സാന്നിധ്യമാണ് വിഖായ. മലയാളികളായ തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് ഇവരുടെ സേവനം. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മടങ്ങുന്നതുവരെ സേവനം തുടരും. ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം ചെയ്യാനായി മക്കയിലും മദീനയിലും നൂറുകണക്കിന് വിഖായ പ്രവർത്തകരാണ് രംഗത്തുള്ളത്. വിമാനത്താവളങ്ങളിലും തീർത്ഥാടകരുടെ താമസ സ്ഥലങ്ങളിലും ഹറം പള്ളി പരിസരത്തുമെല്ലാം ഇവരുടെ സേവനമുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഹറം പള്ളിയിൽ നിന്നും ഇന്ത്യൻ തീർത്ഥാടകർ ജുമുഅ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബസ് കയറുന്ന ഭാഗങ്ങളിൽ ഇവരുടെ സേവനം ശ്രദ്ധേയമാണ്. കൂടാതെ ഹജ്ജ് വേളയിൽ മീന, അറഫ, മുസ്ദലിഫ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും ഈ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടാകും. ഹാജിമാർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങളുമായി മെഡിക്കൽ രംഗത്തും അതുപോലെ മറ്റുള്ള പ്രവർത്തന രംഗങ്ങളൊക്കെ സജീവമാക്കിക്കൊണ്ട് ഓരോ വിങ്ങുകളാക്കി തിരിച്ചുകൊണ്ട് വിഖായ കർമ്മരംഗത്ത് സജീവമാണ്. പ്രഥമ ഗവൺമെന്റ് സെക്ടർ ഹാജിമാർ ഇറങ്ങിയത് മുതൽ അതുപോലെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള ഹാജിമാർ ഇറങ്ങിയത് മുതലും അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുമായി മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ അജീസ് ചെയ്യലും അതുപോലെ ഹറമിന്റെ വിശിഷ്ട ഈ സമയങ്ങളിൽ ഹറമിന്റെ പരിസരത്തും വിഖായുടെ വളണ്ടിയർമാർ സജീവമായ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകരെ വിമാനത്താവളങ്ങളിലും താമസ സ്ഥലങ്ങളിലും സ്വീകരിച്ചുകൊണ്ടാണ് സേവനം ആരംഭിക്കുന്നത്. വഴിതെറ്റുന്ന തീർത്ഥാടകരെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കുക, രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുക, അവശരായവരെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുക തുടങ്ങിയവയെല്ലാം വിഖായ വോളണ്ടിയർമാർ ചെയ്യുന്നുണ്ട്. ഹജ്ജ് വേളയിൽ ജിദ്ദയുൾപ്പെടെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ സേവനത്തിനായി മക്കയിലെത്തും. ജലീൽ കണമംഗലം, 24 ജിദ്ദ.